ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഒരു അടിപൊളി കളിയാണ്. ഒരു ടൈപ്പ് സിമുലേറ്റർ എന്ന് പറയാൻ പറ്റില്ല, ഒരു ടൈപ്പ് ഗെയിമാണ്. അവിടെ ഗെയിം തെറാപ്പിസ്റ്റ് പെർഫെക്റ്റ് ഗെയിം വെച്ചാൽ അവരൊക്കെ കളിച്ചിരുന്ന ഒരു ഗെയിമാണ്. പെർഫെക്റ്റ് ഗെയിം വെച്ചാൽ കളിച്ചത് ഗെയിം തെറാപ്പിസ്റ്റ് കളിച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ കളിയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാനിപ്പോൾ താൽക്കാലികമായിട്ട് ഇച്ചിരിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം തൊട്ട് ഈ ഗെയിം കളിക്കണമെന്ന് ആരെയും പറയുകയാണെങ്കിൽ അങ്ങനെ കളിക്കുക. അപ്പോൾ താൽക്കാലികമായിട്ട് നമ്മൾ സ്പോൺ ആകുമ്പോൾ ഇവിടെ വന്ന് സ്പോൺ ചെയ്തപ്പോൾ ഞാൻ കുറച്ച് എക്സ്ചേഞ്ച് ഒക്കെ ചെയ്ത് കുറച്ച് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടോ ഇവിടെ ഇത് ഇങ്ങനത്തെ ഒരു ഷെൽഫ്, പിന്നെ ഷെൽഫ് വേറെ മടിയാ കേട്ടോ. ഇത് ഞാൻ ഇതെടുത്ത് വെച്ചതാണ് പാക്ക് തീർന്നു പോയിക്കഴിഞ്ഞാൽ എടുത്ത് വെക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഫോണിലാണ് കളിക്കുന്നത്. ഈ LM എന്ന് പറഞ്ഞ സാധനം ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ സാധനം എടുക്കാം. LM ഒന്നുകൂടി ഞെക്കി കഴിഞ്ഞാൽ തുറക്കാം. അവിടെ ക്ലോസ് കൊടുത്തു കഴിഞ്ഞാൽ ക്ലോസ്, ത്രോ ഓക്കെ, ത്രോ കണ്ടോ എറിയാൻ പറ്റും. പിന്നെ ബ്രെഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ 2-3 ഐറ്റംസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിവിടെ ഈ കമ്പ്യൂട്ടറിൻ്റെ വന്നിട്ട് LM ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ വരും. ഫോണിൽ കളിക്കാൻ പറ്റും. ഞാൻ എൻ്റെ പേര് ഞാൻ ഓർക്കണം, മറന്നുപോയി. അപ്പോൾ കുറച്ച് ഇങ്ങനെ ഇവിടെ നിന്നാണ് നമ്മൾ മേടിക്കണത്. ഈ ഫർണിച്ചേഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജ്, പിന്നെ അങ്ങനെ സ്പോട്ട് ലൈറ്റ് അങ്ങനെ ചെക്ക് പോയിൻ്റ്, കൗണ്ടർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പ്രൊഡക്ട്സിൽ നിൽക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. പിന്നെ ബാങ്ക്, അവിടെ ലോണൊക്കെ എടുക്കണം, അങ്ങനെ എന്താണ്ടൊക്കെ ഉണ്ട്. അതിനൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല കറക്റ്റായിട്ട്. പിന്നെ ഇത് കിട്ടണമെങ്കിൽ ഇപ്പോൾ 10th ലെവലാണ്. ഞാനിപ്പോൾ 4th ലെവലായിട്ടുള്ളൂ. അതിന് ഏതാണ്ട് 10th ലെവലും കണ്ടാവണം, എന്നാൽ നമുക്ക് ഇതായിട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ താൽക്കാലികമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഫ്രിഡ്ജൊക്കെ മേടിച്ചു. അപ്പോൾ നമുക്ക് അതൊക്കെ എടുത്ത് കൊണ്ട് വെക്കാം. ഫസ്റ്റ് തന്നെ ചോക്ക് പൗഡർ തുറക്കുന്നു. എന്നിട്ട് നടുക്കത്തൊരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻ്റ് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. ഇങ്ങോട്ട് തുറന്ന് വെച്ചേക്കാം. എന്നിട്ട് ഈ പെട്ടി നേരെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുക. ഇവിടെ എത്തിയിട്ട് ഇതിൻ്റെ അകത്തോട്ട് എല്ലാം അടി ചെയ്യുമ്പോൾ പൊക്കോളും. എന്നാലും കുറച്ച് ഇത് കൂടി കിട്ടും. പൈസയല്ല കേട്ടോ, ഈ സ്ഥലത്തിൻ്റെ ഇത്. എല്ലാത്തിൻ്റെ ഓർമ്മ ബാക്കിയുണ്ട് ഉണ്ടോ? ഇല്ല. ക്ലോസ് അടിച്ചിട്ടിടാം. അടുത്ത് അയ്യോ ഇതൊക്കെ തെറിച്ച് പോകണം. ഇതൊക്കെ സൂക്ഷിച്ച് വെക്കണം. കടയ്ക്കകത്തോട്ട് തള്ളി കയറ്റാൻ പറ്റില്ല. അത് ഉള്ളിലിരിക്കട്ട്. അടുത്തത് ഇരിക്കുന്ന പെട്ടി, ആ എല്ലാം എടുത്തിട്ട് കിട്ടാത്ത കെട്ടി. ഇത് അടുത്ത പൗഡറാണ്, ഷുഗർ ആട്ടത്. ബാക്കി ഇവിടെ തീർന്നു. ക്ലോസ് അടിക്കുക, നേരെ കൊണ്ട് വേസ്റ്റ് പിന്നീട് ഇടുക. ഞാനിപ്പോൾ കടയൊന്നും തുറന്നിട്ടില്ല, കണ്ടോ, കട തുറന്നിട്ടില്ല, ക്ലോസ്ഡാണ്. നമുക്കിനി ഇത് തുറക്കാം. എൻ്റെ മോനെ ഫാസ്റ്റ് സാധനമാണ്. ഇവിടെ ഇട്ട് വെക്കാൻ പറ്റുമോ? സ്ക്രോൾ അടിച്ചിട്ട് തന്നെ ആവാത്ത. ഫ്രിഡ്ജ് നേരെ വെക്കണ്ടേ? ഇവിടെ വെക്കണോ? ഇവിടെ വെക്കണ്ടേ? ഇങ്ങോട്ട് വെക്കാം. അയ്യോ എടുക്കട്ട്, ഇങ്ങോട്ട് വെക്കണം. കാരണം വെച്ചാൽ അതിൻ്റെ ബാക്കിലോട്ട് കുറച്ച് ബാറ്ററി കാര്യങ്ങളൊക്കെ വരാനുള്ളതാണ്. ഇത് നമ്മുടെ ഫ്രിഡ്ജ്. ഇപ്പോൾ വെക്കാനൊന്നുമില്ല, നമുക്ക് വെക്കാനുള്ള സാധനങ്ങളൊക്കെ അടിക്കണം. പൈസ ഭയങ്കര കുറവാണ്. ഇതിൻ്റെ അകത്ത് ഏറ്റവും താഴെ പോയി കഴിയുമ്പോൾ ചീസുണ്ട്, വാട്ടറുണ്ട്. ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. ഇത്രയും സാധനമുണ്ട്, ഇത്രയും മേടിക്കാൻ കിട്ടില്ല. 8 ഡോർ ഓക്കെ സെറ്റ്. ഇത്രയും സാധനം മേടിച്ചു. ഇനി ബാക്കി 1 രൂപയുണ്ട്. ഇനിയിപ്പോൾ കട തുറക്കേണ്ടി വരും. അപ്പോൾ നേരെ എന്നിട്ട് എടുക്കാം. എൻ്റെ പൊന്നി, ഇതെന്തൊരു അടുക്കി വെച്ചേക്കണം. സാധാരണ ഇമാർ അടുക്കി വെക്കില്ല. ഇതിവിടെ വെക്കാൻ പറ്റണം, ഫ്രിഡ്ജിലല്ലേ. പ്രൊഡക്റ്റ് നീഡ്സ് പ്ലേസ്ഡ് ഷെൽഫോ. ഇത് ഷെൽഫിൽ നോക്കണ സാധനമാണ്. എന്നാൽ പിന്നെ ക്ലോസ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇട്ടേക്കാം. ത്രോ, അയ്യോ പാട്ട് ത്രോ. എന്നാൽ പിന്നെ ഇവിടെ പുതിയ ഐറ്റമല്ലേ.
തീർന്നാ അയ്യേ ഇത് ചെറിയ ഉണ്ടായിരുന്നുള്ളൂ. കുഴപ്പമില്ല, നല്ല ഐറ്റാണ്. അടുത്ത സാധനം തുറക്കുന്നു. ഇതൊരു ടൈപ്പ് എന്താണ്ടൊരു സാധനമാണ് ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് വെക്കണമായിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, അല്ല അതെടുത്തെടുത്ത് ഇവിടെ തന്നെ വെക്കാം. മുട്ടയാണ്, മുട്ട ഗൈസ്, മുട്ട ബജി. നമുക്കിതിൻ്റെ അകത്ത് തിന്നിടാം. പിന്നെ അപ്പുറത്ത് കുറച്ച് സ്റ്റോറേജൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്താ സാധനം? ഇതും വേറെ നാടൊക്കെ സാധനം എനിക്കറിയാൻ ഉള്ള ഗൈസ്. പ്രൊഡക്ട്സ് നീഡ് ടു പുട്ട് ഇൻ ദ ഷെൽഫ്. മാങ്ങ അവിടെയാണ് ഈ സ്ഥലവും ഇല്ല. ക്ലോസിട്ട് ഇങ്ങോട്ട് ഇട്ടേക്കാം. മറ്റേ ഭിത്തിയിലോട്ട് വെച്ചിട്ട് വേണമായിരുന്നു അറിയാൻ, അതാ പറ്റിയ ഗൈസ്. ഓപ്പൺ. ഇതിനി മൊത്തം എടുത്ത് വെച്ച് കഴിയുമ്പോൾ എൻ്റെ കൂപ്പാട് ഇറങ്ങും ഗൈസ്. ഇത് ഇതിൻ്റെ അകത്താണോ? ഇതായിരിക്കാൻ സാധ്യതയുണ്ട്. ആണ് ഇനി കുഴിക്കുമോ? ഇനി ഉള്ളതാണോ? ഇനിയില്ല. ഈ പെട്ടി ഇതിൻ്റെ അകത്ത് തന്നെ ഇടാൻ പറ്റില്ല, ഇതിൻ്റെ അകത്ത് തന്നെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. വെള്ളം കുപ്പി അതും ഇതിൻ്റെ അകത്ത് തന്നെ ഇടാം. ഫുൾ ഡിസ്പ്ലേ ഇതിൻ്റെ താഴത്തേല്. ഓക്കെ സെറ്റ്. ഇനി യവനെ അടച്ചിട്ട് യവനെ കൊണ്ടുപോയി ഇതിൻ്റെ അകത്തോട്ട് റാറ്റാത്താളര്. ഇനിയിപ്പോൾ കട തുറക്കാൻ നിൽക്കണം. ഇതിൻ്റെ പൈസയൊക്കെ ഒന്ന് ശരിയാക്കട്ടെ. 3 രൂപയുടെ സാധനം 1 രൂപ എന്ന് ഇവിടെ എഴുതി വെച്ചാണ്. പിന്നെ എങ്ങനെ ഇതെല്ലാം 3 രൂപയോടെ? 2 രൂപയുടെ സാധനമുണ്ട്, 0 വിലയ്ക്ക് കിട്ടണം. ശരിയായി. ഓക്കെ, ഇപ്പം എല്ലാത്തിൻ്റെ പൈസ ശരിയായിട്ടുണ്ട്. ഇനി ടേബിളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നൈസായിട്ട് നീക്കി വെക്കണം. എങ്ങനെയെങ്കിലും ഒന്ന് ഓക്കെ സെറ്റ്. ഇതിവിടെ ഫ്രിഡ്ജ് കാര്യങ്ങൾ, അതിൻ്റെ ബാക്കിലോട്ട് സ്റ്റോറേജൊക്കെ നമുക്ക് അൺലോക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മൾ കട തുറക്കാൻ പോവാണ്. ദ ഫസ്റ്റ് ടൈം ഒന്നല്ല. എന്തൊരു കഷ്ടമാണ്, തുറന്നപ്പോൾ തന്നെ രാത്രിയാണ്. മാങ്ങ കിട്ടി 4ാമത്തെ ദിവസം. സോറി പൈസ തുറന്നപ്പോൾ തന്നെ 4ാമത്തെ ദിവസം തുറന്നപ്പോൾ തന്നെ പോയി മുഞ്ചാ പേടിച്ച് തുറന്നേ. അപ്പോൾ ആൾക്കാർ ഇതിൽ കൂടി കയറാൻ പറ്റില്ല, ഇതിൽ കൂടെ തന്നെ. ചേട്ടാ വരൂ എൻ്റെ കടയിലോട്ട് വരൂ. ഇനി വന്നത് വരെ നമുക്ക് നോക്കിയിരിക്കാം. ആൾക്കാർ വന്നേ പിന്നെ പറയാം. ഗൈസ് 5ാമത്തെ ദിവസത്തിൽ ഫസ്റ്റ് ആൾ. ഈ ചേട്ടനൊക്കെ എങ്ങനെയാണ് ഒരു ബ്രെഡ് കഴിച്ചിട്ട് എങ്ങനെ വേറെ അരയ്ക്കാനാ? ഇതാണ് അടുത്ത 3 രൂപ. അവിടെ അവിടെ കാണ്ട് ഫൈൻ്റെ മിൽക്കോ? അതിന് ഞാനിവിടെ മിൽക്ക് വെച്ചോ? നിൽക്കട്ടെ വൈസ്, ഞാനേ ഒന്ന് ഇറങ്ങട്ടെ ഇവിടുന്ന്. മിൽക്ക അതിനെപ്പോഴാണ് മിൽക്കൊക്കെ വന്ന മാർക്കറ്റ് പ്രൈസിൽ? മിൽക്ക് ഒരു $10 അതേ ഞാൻ ശരിയാക്കാം. കാണ്ട് ഫൈൻ്റെ മിൽക്ക് അത് ഉറപ്പാക്കി നാളെ ആകുമ്പോഴത്തേനും വെച്ചേക്കാം. മിക്കവാറും കാണ്ട് ഫൈൻ്റെ മിൽക്ക് അത് ഉറപ്പാണ്. അയ്യോ 9 ഇത് വെച്ചിട്ട് ഞാൻ പോയി മിൽക്ക് മേടിച്ചിട്ട് വരാം. അല്ലെങ്കിൽ ആൾക്കാർ എന്നെ തല്ലി ഓടിക്കും. ചേട്ടാ ഈ കാടൊക്കെ എന്നത്തിനാണ്? ചേട്ടാ നിൽക്കട്ടെ ചേട്ടാ, ഒരു ഞാൻ ചെയ്ത് തരാം. മിൽക്ക് മേടിക്കട്ടെ, ഇനി ആൾക്കാർ എന്നെ തല്ലി ഓടിക്കാതിരിക്കണമെങ്കിൽ കാർട്ടിക്കോട്ട് വഴിയായിട്ട് പോയി ഞാൻ അത് മേടിച്ചിട്ട് കൊണ്ടുവന്ന് കടക്കകത്ത് വെക്കട്ടെ. ഇത് കൊണ്ടുവന്ന് മിൽക്ക് ഫ്രിഡ്ജാ മൊത്തം നിറഞ്ഞ് ക്ലോസ് ത്രോയി. അതെടുത്ത് മിൽക്കെടുത്ത്. ഇവിടെ എന്നാ തീർന്നു പോയ ബ്രെഡിൻ്റെ മുകളിലുണ്ടായിരുന്നത്
ചേട്ടാ ഈ കണക്കിന് മേടിച്ച് കഴിഞ്ഞാൽ കടയുടെ സാധനം ഇമാതിരി പെട്ടെന്ന് തൽക്കാലം ഓടിയിടാം. ബ്രെഡ് എൻ്റെ പൊന്നെ ചേഞ്ച് $2 എടുത്തുകൊണ്ട് പോകാനാണ് എൻ്റെ സാധനം. അതിങ്ങനെ ആ ഒരു പെട്ടിയിലോട്ട് വെച്ചിട്ട് നിങ്ങൾ സ്പേസ് വയ്ക്കാൻ മതിട്ടോ. അപ്പോൾ നമുക്ക് തയ്ച്ചു കൊടുക്കാൻ പറ്റും. എന്തൊരു സാധനം ചേട്ടാ മേടിച്ചാണ്. ഇനി കടയിലുള്ള സാധനം മൊത്തം തരും. എന്തൊരു ആൾക്കാരാ. സമയം 2 മണിയായി. ചേച്ചി ഇത് മാത്രമായിട്ട് മേടിക്കില്ല, വേറെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് പൈസ ഇല്ല. ചുമ്മാ അങ്ങ് മേടിച്ചിട്ട് എനിക്ക് നിനക്കാൻ പറ്റാത്ത നേരെ കൊടുക്കണം. സോറി സാർ. മിൽക്ക് ഈ കണക്കിനൊക്കെ മിൽക്ക് മേടിച്ച് തന്നെ പെട്ടെന്ന് ഇത് തീർന്നു കഴിയുമ്പോൾ നമ്മൾ ഈ വീഡിയോ നിർത്തുന്നതായിരിക്കും. ചിലതിന് മാത്രം പോയി ശരി. ചില പാട്ടുണ്ട്. ചേഞ്ച് ഉണ്ട് കേട്ടോ. നിൽക്കുക ഗൈസ്, എവിടെയോ എന്തിൻ്റെയോ ഞാൻ നമ്പർ ചെയ്താൽ മറന്നു. ഇത് $0 വലിയല്ല. ആൾക്കാർ വന്ന് ചുമ്മാ അങ്ങ് മേടിച്ചിട്ട് പോകണേ. ചുമ്മാ അങ്ങ് മേടിച്ചിട്ട് പോകണം അവിടെ കള്ളന്മാർ. ഇത് സാധനത്തിൻ്റെ വിലയൊന്നും ഞാൻ എഴുതി പോയി വെച്ചിട്ടുണ്ടോ. $5 രൂപയാണ്. ഇവിടെ ചെക്കൗട്ട് പറഞ്ഞു എൻ്റെ കുഞ്ഞ്. ഇനി ആൾക്കാർ വെച്ചാൽ കുറവും അതുകൊണ്ട് ചേട്ടന് 4 ഡോറ് ഇട്ട് കിട്ടാൻ പറയാതെ വെച്ച് പോയതാണ് ചേട്ടാ. ടീം തിരിഞ്ഞിട്ട് കടയിലുള്ള കളിച്ചാണ്. ഇത് 6 ഞാൻ ഈ കട ഇനി അടയ്ക്കട്ടെ. ഇനി അടക്കിയത് ഞാൻ ചിലപ്പോൾ ചാവും. ചാടാൻ പറ്റില്ല. പക്ഷേ ഇത് മൊത്തം മേടിച്ച് കഴിയുമ്പോൾ നമ്മളൊരു വരുവാകും ബസ്. ചേട്ടാ ATM കാർഡ് കൊണ്ടുവന്നാൽ മതി ചേട്ടാ. അത് എളുപ്പം. ATM കാർഡാണെങ്കിൽ പിന്നെ എളുപ്പമുണ്ട്. പൈസ കൊണ്ടുവന്ന് എനിക്ക് പാടാം. ചെഞ്ചില്ല. ഓ ദൈവം ഞാൻ ബാക്ക് അടിച്ചതാണ്. 341 ഉള്ള സാധനം മൊത്തം മേടിച്ചപ്പോൾ എൻ്റെ പൈസ 4 രൂപ. എന്തൊരു സാധനം കേട്ടോ. ചേട്ടൻ ഇതുപോലെ മേടിച്ച് കഴിഞ്ഞാൽ ചേട്ടൻ ചത്തു പോയി കേട്ടോ. ചേഞ്ച് ഉണ്ടോ? ഇത് ലാസ്റ്റ് സാധനം സെറ്റ് ചെയ്ത് ഇനി ഇവിടെ നിന്ന് ഇറങ്ങട്ടെ ചാടി എണീറ്റ്. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റ ബൈ ബൈ. അടുത്ത ദിവസം വരുമ്പോൾ നമ്മളിവിടെ നിറച്ച് ഫ്രിഡ്ജൊക്കെ വെച്ച്
അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ പറയുക. പിന്നെ ഇവിടെ ഒരു ഷെൽഫും വെക്കുന്നുണ്ട്. ഇവിടെ ഒരു ഷെൽഫ്, ഇവരൊരു ഇത്. പിന്നെ ഇതിൻ്റെ ബാക്കിലോട്ടായിരിക്കും നമ്മൾ ഇതുപോലെയുള്ള ബോക്സ് വെച്ചിട്ടുള്ള സ്റ്റോറിങ് ഏരിയ വെക്കുന്നത്. നമുക്ക് തീരുന്നതിന് മുമ്പ് ഇതങ്ങ് വെച്ച് തീർത്തിട്ടങ്ങ് പോകാം ഗൈസ്. ബ്രെഡ് ഒന്ന് ആൾക്കാർ ഒരു ബ്രെഡിന് വേണ്ടി ഞാൻ എടുത്തു വെച്ചാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചാലോ? ഇവിടെ അങ്ങ് അടിച്ചു. ഇനി ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ടാറ്റ, ബൈ ബൈ. ഇന്നത്തെ ഇതും കൂടി നോക്കി കറക്റ്റ് അമ്മത്തെ പരസ്യം വന്നത് പറ്റി. ഏ